ഓഡി Q7 ആണ് ഓഡിയുടെ ഒരു സെയിൽ മാറ്റി മറിച്ചതെന്ന് ഞാൻ നേരത്തെ പറയണ്ടായി. അതിലൊരു പാർട്ട് ഇതിന്റെ ഇന്റീരിയർ തന്നെയാണ്. കാരണം വളരെ പ്ലഷി ആയിട്ടും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ് ഓഡി Q7 കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ തുടക്കത്തിൽ ഡാഷിനെ കുറിച്ച് പറയുമ്പോൾ ടിപ്പിക്കൽ ഓഡി ഒരു ലേഔട്ടിലാണ് ഈ ഡാഷ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഓഡിയിൽ കണ്ടുവന്നിട്ടുള്ള ഒരു സ്റ്റൈല്, അതായത് ഈ ഒരു മീറ്റർ കൺസോളിന്റെ മേലെ നിന്ന് തുടങ്ങിയിട്ട് ഒരു എയർ വെന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന വരെയുള്ള ഒരു കട്ടിങ്ങും അതിൽ തന്നെ എല്ലാം തന്നെ എല്ലാ കൺട്രോൾസിന്റെ ഒരു എല്ലാ എക്യുപ്മെന്റ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്ത പോലെയാണ് സെന്റർ കൺസോൾ വന്നിട്ടുള്ളത്. അതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് MMIന്റെ സ്ക്രീൻ ഉണ്ട്. അത് താഴെയായിട്ട് എയർ വെന്റും പിന്നെ ബാക്കിയുള്ള ഫംഗ്ഷൻസും പിന്നെ സ്വിച്ചസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഡിയുടെ സ്റ്റിയറിംഗ് അതും ഒരു കോമൺ ആയിട്ട് ഒരു യൂണിവേഴ്സൽ സ്റ്റിയറിംഗ്, ഓഡിയുടെ എല്ലാ മോഡലിലും ഒരു ഓൾമോസ്റ്റ് വന്നിട്ടുള്ള സിമിലർ ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ്, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ആണ് ഇതിലുള്ളത്. പിന്നെ ഇതിന്റെ മീറ്റർ കൺസോളിനെ കുറിച്ച് പറയുമ്പോഴും അതിനും ഓഡിയുടെ ടിപ്പിക്കൽ ലേഔട്ട് വന്നിട്ടുണ്ട്. കാരണം രണ്ട് ഡോം അല്ലെങ്കിൽ രണ്ട് റൗണ്ട് ആയിട്ട് അതൊരു ഓവൽ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അതിൽ എല്ലാ മീറ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ക്രൂസ് കൺട്രോളും ഉണ്ട്. പിന്നെ മൊത്തത്തിൽ ഇന്റീരിയറിന്റെ ക്വാളിറ്റിയും പിന്നെ അതുപോലെ തന്നെ ഒരു ഫീലും നല്ലൊരു ലക്ഷൂറിയസ് ഫീല്. എനിവേ അത് ലക്ഷൂറിയസ് ആണെങ്കിൽ കൂടി ഒരു സ്പോട്ടി ടച്ചും കൂടി കിട്ടുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം അത്യാവശ്യം ഒരു അലൂമിനിയം കോട്ടിങ്ങും ക്ലാഡിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ MMIന്റെ ചുറ്റും പിന്നെ എയർവെന്റെ ചുറ്റും എല്ലാം തന്നെ അലൂമിനിയം കൊടുത്തതുണ്ട്. ഒരു സിൽവർ ലുക്കും പിന്നെ പ്രത്യേകിച്ച് ബ്ലാക്ക് കളറിലാണ്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അത് വേണ്ട രീതിയിലുള്ള ഒരു വുഡ് ട്രീറ്റ്മെന്റ് കൊടുത്തതുകൊണ്ട് നല്ലൊരു ആ ഒരു ലക്ഷൂറിയസ് ഫീലും, അതിപ്പോൾ ഡോർ പാഡിലും പിന്നെ സെന്റർ കൺസോളിലും പിന്നെ ഡാഷ്ബോർഡിലും എല്ലാം വുഡ് ട്രിം പോകുന്നുണ്ട്. ഈ ഒരു മിക്സ് ഓഫ് വുഡ് ആൻഡ് അല്ലെങ്കിൽ മിക്സ് ഓഫ് വുഡ് ആൻഡ് അലൂമിനിയം അത് ശരിക്കും ഒരു നല്ലൊരു ലക്ഷറി ഫീൽ അല്ലെങ്കിൽ ഒരു യങ് ലക്ഷറി ഫീലാണ് Q7 ലഭിക്കുന്നത്. പിന്നെ മൊത്തത്തിൽ ഇതിന്റെ ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഓഡി ടിപ്പിക്കലി ഇപ്പം ഏറ്റവും നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു ക്വാളിറ്റി Q7 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. Q7 is a 7-seater. ഇതിൽ 7 സീറ്റ്സ് ആണ് വരുന്നത്. എന്നാൽ എനിക്ക് ഇതിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ള ഫ്രണ്ട് സീറ്റ്സ് ആണ്, എസ്പെഷ്യലി ദ ഡ്രൈവർ സീറ്റ്. കാരണം ഇത്രയും ഹൈറ്റ് ഉള്ള വെഹിക്കിളും പിന്നെ ഒരു SUV എല്ലാം ആയതുകൊണ്ട് നല്ലൊരു കമാൻഡിങ് പൊസിഷനുള്ള ഒരു സീറ്റാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും അധികം അതിന്റെ ഒരു ഫീല് ലഭിക്കുന്നത്. കാരണം നല്ലൊരു ഹൈറ്റിലിരിക്കുമ്പോൾ നമുക്ക് റോഡിന്റെ ഒരു ഫ്യൂൾ വ്യൂവും പിന്നെ ഒരു കമാൻഡിങ് പൊസിഷൻ ശരിക്കും ലഭിക്കുന്നുണ്ട്. പിന്നെ ഓഡി ഓണേഴ്സിൽ അധികം ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ടായിരിക്കണം ഇതിൽ ഡ്രൈവർ സീറ്റ് നല്ല കോൺസെൻട്രേഷൻ കൊടുത്തത്. എന്നാൽ ഇപ്പം ഒരു ഷോഫർ ഡ്രിവൺ ആയിട്ട് വെഹിക്കിളായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും അതിന്റെ മിഡ് റോ സീറ്റ്, സെക്കൻഡ് റോ വരുന്ന സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. നല്ലൊരു ലെഗ് സ്പേസ് ഉണ്ട്. ഒരു ലക്ഷറി കാറിനെ കമ്പയർ ആവുന്ന അത്രയും ഒരു കംഫർട്ടബിൾ സീറ്റ്സ് ആണ് സെക്കൻഡ് റോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ 7 സീറ്റ്സ് വരുന്ന ലാസ്റ്റ് റോയിൽ, തേർഡ് റോയിൽ വരുന്ന 2 സീറ്റ്സ് അതാണ് എനിക്ക് ഇതിൽ